ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അതെ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇത് വൃശ്ചികം 1 ഞങ്ങൾ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. വൃശ്ചികം 1 ഞങ്ങൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 8-8:30 ആയി. അത് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. മിക്ക മലയാള മാസം 1-ാം തീയതിയിലും അമ്പലപ്പുഴ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. ഒരുപാട് തുലാഭാരമൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. ചേട്ടൻ നടയിൽ അകത്തോട്ട് കയറിയില്ല. അപ്പോൾ ചേട്ടൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറി. അപ്പോൾ ചേട്ടൻ ഒരുപാട് സമയം കിട്ടി. അപ്പോൾ ആരെയും വെറുതെ വിട്ടില്ല. എല്ലാ വീഡിയോയും ചേട്ടൻ എടുത്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം കാത്തു നിന്നിട്ടാണ് ഞാൻ ഭഗവാനെ കണ്ടത്. എന്നാലും അവിടം വരെ പോയിട്ട് അകത്ത് കയറി കണ്ടില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. അങ്ങനെ കണ്ടിട്ടാണ് വന്നത് കേട്ടോ. ഇത് കണ്ടോ, പായസം മേടിക്കാൻ നേരത്തെ 9 മണിക്ക് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. 9 മണിക്ക് ക്യൂ നിന്നാലാണ് 11 മണിക്ക് ചീട്ട് കൊടുക്കുമ്പോൾ 1 ലിറ്റർ പായസം കിട്ടുന്നത്. പായസത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ പായസത്തിന് അമ്പലപ്പുഴ പാൽപ്പായസം ലഭിക്കാൻ എന്ത് ചെയ്യണം കാര്യങ്ങളൊക്കെ ചേർത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതാണ് ഗുരുവായൂർ നട, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഗുരുവായൂർ നടയിലേക്ക് പോകാനുള്ള വഴി. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇങ്ങനെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ തൊഴുതു വരാൻ താമസിച്ചുകൊണ്ട് ചേട്ടൻ അവിടുത്തെ പ്രാവിനെയും മീനിനെയും ആരും വെറുതെ വിട്ടില്ല. എല്ലാവരും ചേർത്തൊരു വീഡിയോ അങ്ങ് എടുത്തു. ഇതവിടുത്തെ തിരുമേനിയാണ്. അങ്ങനെ ചേട്ടൻ എന്നെ എന്നെ കാണുന്നില്ലല്ലോ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഈ വശത്തോടല്ല ഇറങ്ങിയത്. ചേട്ടൻ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ വേറെ വശത്തോടാണ് ഇറങ്ങിയത്. പിന്നെ ഞാൻ വന്നു. വെളിയിൽ ചന്ദനം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കണ്ണാടിയൊക്കെ നോക്കി ചന്ദനമൊക്കെ ഇട്ടു. ചേട്ടനും ഇട്ട് കൊടുത്തു. ചേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറുപ്പ് ഷർട്ടും കാവി മുണ്ടും ഒക്കെ എടുത്ത് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ഈ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം അല്ലേ? അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വൃശ്ചികം 1 തന്നെയായിരുന്നു എൻ്റെ നാടായ ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ്. നമ്മുടെ അമ്പലം കർക്കിടക വാവുബലിക്ക് ഭയങ്കര പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രമാണ്. ശ്രീധർമ്മശാസ്താവാണ് പ്രതിഷ്ഠ. ഇതാണ് നമ്മുടെ വലിയ നടപ്പന്തൽ. അപ്പം നമ്മൾ നടപ്പന്തലിലൊക്കെ ചെന്ന് നിന്നു, കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇത്ര ലൈറ്റൊക്കെ കാണുമ്പോൾ ഫോട്ടോസ് എടുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഈ മനോഹരമായ വിഷ്വൽസ് എല്ലാം നമ്മുടെ ക്യാമറയിൽ പകർത്തി. നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ. അങ്ങനെ 7:30-ക്കായിരുന്നു തൃക്കൊടിയേറ്റ്. ഈ അമ്പലവും നമ്മളൊരു പ്രത്യേക അടുപ്പമുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. നമ്മൾ ജനിച്ച നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം എന്നൊക്കെ പറയുമ്പം നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോകുമ്പം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ പോകാൻ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും അല്ലേ? എങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കൊടിയേറ്റിനുള്ള സമയമായി. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ട്. എല്ലാവരും കൊടിയേറ്റ് കാണാനായിട്ട് ഇങ്ങനെ കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ്. ഒരു വിശ്വാസമുണ്ട്, നമ്മൾ കൊടിയേറ്റ് കണ്ടാൽ കൊടി ഇറങ്ങുന്നതും കാണണം എന്ന്. നിങ്ങളുടെ നാട്ടിലുണ്ടോ അങ്ങനത്തെ വിശ്വാസങ്ങൾ? നമ്മുടെ അവിടെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി കൊടി ഇറക്കത്തിനും പോകുന്നുണ്ട്. അതിന് മുമ്പ് പറ്റുമെങ്കിൽ ഒന്ന് പോകണം. അങ്ങനെ അതാണ് നമ്മുടെ തൃക്കൊടിയേറ്റ്. അങ്ങനെ കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ അന്ന് അന്നദാനം ഉണ്ടായിരുന്നു. കഞ്ഞി, പയറ്, പപ്പടം, അച്ചാറൊക്കെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. എനിക്ക് അമ്പലത്തിലെ കഞ്ഞിയും പയറും പപ്പടമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ സപ്താഹത്തിന് പോകുമ്പം ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ക്യൂ ഇട്ട് വാങ്ങിക്കാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് നമ്മുടെ കൊടിയേറ്റിൻ്റെ അന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. സപ്താഹത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെ പോയി ആദ്യം ക്യൂ നിന്ന് ചോറൊക്കെ കഴിച്ച് വീട്ടിൽ പോയായിരുന്നു. അപ്പം ഞാനതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. അങ്ങനെ നമുക്ക് അന്ന് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല. ഇനി ഒരു ദിവസം പോകുമ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കണം. പിന്നെന്താണ്, കൊടിയേറ്റിൻ്റെയൊക്കെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുത്തെ ലൈറ്റിൻ്റെയും നമ്മുടെ അമ്പലക്കുളത്തിൻ്റെയും പിന്നെ നമ്മുടെ തൃക്കുന്നപ്പുഴ ഫുൾ ഇങ്ങനെ അലങ്കരിച്ചതും ഒക്കെ. നമ്മുടെ ഉത്സവം ആകുമ്പം നമ്മുടെ അവിടെയുള്ള എല്ലാ കടകളിലും ഇങ്ങനെ ലൈറ്റ് ഇടും. അന്നങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, നമ്മൾ ഈ അമ്പലമായിട്ട് പ്രത്യേക ഒരു അടുപ്പമുണ്ടെന്ന്. വാളും പരിചയം എടുത്ത് പോകുന്നത് എൻ്റെ അച്ഛനാണ്. പണ്ട് എടപ്പള്ളി രാജാക്കന്മാർ നമുക്ക് തന്നൊരു അവകാശമാണ്. ശ്രീധർമ്മശാസ്താവിന് പരിചാരകരായിട്ട് പോകേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ്. പക്ഷെ അച്ഛൻ ആദ്യമായിട്ടാണ് ഈ വാളും പരിചയം എടുക്കുന്നത്. അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ. അങ്ങനെ ഈ വർഷം അച്ഛൻ വാളും പരിചയമൊക്കെ എടുത്ത് ധർമ്മശാസ്താവിന് പരിചാരകരായിട്ട് പോകുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അവകാശം കിട്ടിയെന്ന് ഞാനിങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞത്, പണ്ട് നമ്മുടെ വീട്ടിൽ കളരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടപ്പള്ളി രാജാക്കന്മാർ നമുക്ക് തന്ന അവകാശമാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്